അമ്മുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം സ്കൂളിൽ നിന്ന്. ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. കുട്ടിയുടെ ഫീസ് കൊടുക്കണം. ഒരുപാട് പരിപാടികൾ ചെയ്യാണ്ട്. കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടി. ഹാപ്പി ആയല്ലോ. അങ്ങനെ നമ്മുടെ പിസ എത്തിയിരിക്കുകയാണ്. ഓ, അപ്പൊ പിന്നെ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് പോയിട്ട് KFC കഴിക്കാൻ എന്തായാലും വയറ്റിലേക്ക് ഗ്യാപ്പുണ്ടാവില്ല. പൊഴുന്നുവിടാ അത് മൊത്തം ബജ്ജി ഏതാ വേണ്ടച്ച എടുത്ത് കഴിച്ചോളൂ നിങ്ങളെ ഇഷ്ടത്തിന്. രണ്ടും നിങ്ങൾക്ക് കടിക്കാൻ പാകത്തിനുള്ള സാധനമാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ വാവക്കുട്ടിയുടെ സ്കൂളിലേക്ക് പോകണം, ഫീസ് അടയ്ക്കണം, പുസ്തകം വാങ്ങിക്കൊണ്ടുവരണം, കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് തിന്നാനും വേണ്ട. തിന്നാനൊക്കെ വേണം, ഞാൻ ദോശ ഉണ്ടാക്കി തരാം. എനിക്ക് വേണ്ടേ, വേണമെങ്കിൽ എന്താ അങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്നാലും അസുഖം കൂടി ക്ഷീണിച്ചു. കുറച്ച് ചൂടുള്ള കാപ്പി ആദ്യമൊക്കെ ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചൂടാക്കി തരാം. ശരി ശരി. അമ്മുവിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം സ്കൂളിൽ നിന്ന്. ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി. കുട്ടിയുടെ ഫീസ് കൊടുക്കണം, ഒരുപാട് പരിപാടികൾ ചെയ്യാണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയോന്നാവല്ലേ. കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടി. ഹാപ്പി ആയല്ലോ. എക്സ്പീരിയൻസ് ലെറ്റർ തരും, വെയിറ്റ് ചെയ്യാം. ബുക്ക് വാങ്ങിച്ച് കൊണ്ടുപോകണ കാണാൻ പറ്റും ആൾക്കാർ. വാവക്കുട്ടിയുടെ 1ാം ക്ലാസ്സിലത്തെ ബുക്ക് ഇതാ ഇവിടെയാണ് കൊടുക്കണത്. പോയിട്ട് വാങ്ങിക്കണം. ഫീസൊക്കെ പേ ചെയ്തു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ബുക്ക് വാങ്ങിക്കൽ പരിപാടിയാണ്. ഇതിൻ്റെ ഒരു ലോഡ് പുസ്തകം കണ്ടോ. വാവക്കുട്ടിയുടെ നൊസ്റ്റാൾജിയ UKG ക്ലാസ്. അവൾക്ക് നൊസ്റ്റാൾജിയാണ് ഇനി മുതൽ ഈ ക്ലാസ്. ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും ബുക്സാണ് കുട്ടികൾക്ക് ഓരോ ഇതിൽ പഠിക്കാനുള്ളത്. അതിൽ നമ്മുടെ കുട്ടിയുടെ ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള ബുക്സാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. തല കറങ്ങണുണ്ട് കണ്ടിട്ട് തന്നെ. ഇനി എന്താ ചെയ്യണേ? എന്ത് കഴിക്കാനാ പോണേ? ഫൈനലി ഞങ്ങൾ ലഞ്ചിന് പിസ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ പിസ ഹട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് ആരോ പറഞ്ഞിട്ടുള്ള പോലെ ഉണ്ടല്ലോ. അങ്ങനെ കൊറേ ദിവസമായില്ലേ, നമ്മള് എത്ര ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഇവിടെ ഒന്ന് വരാൻ. പിസല്ലേ? ശരിയാണ്. പാവം അന്ന് കുഞ്ഞാവ ചോദിച്ചു പിസയിൽ ഇത്ര വലിയ പിസ വേണം. അവള് വന്നിട്ട് വേണം അത് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. ഉറപ്പായി വാങ്ങിച്ചു കൊടുക്കണം. പാവം നമ്മള് ലാസ്റ്റ് ടൈം ഓവൽ സൈസ് ആയിരുന്നു അല്ലേ? അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വലുത് വേണം എത്ര അവർക്ക്. ഗൈസ് നോക്കൂ ഗൈസ്, ഈ എത്ര MTയാ നോക്കൂ. ഒരാളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെന്താണെന്നറിയോ? ടോക്കൺ 22ാമത്തെ. ഇത് എവിടുന്നാന്നൊക്കെ അറിയുന്നില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതിനകത്ത് ആളെന്നില്ല പിസ കഴിക്കാൻ. അവിടെ ആണെങ്കിൽ KFCക്കകത്ത് ഇപ്പൊ 2-3 ഫാമിലീസ് വന്നു. എന്നാലും ഈ 22 എന്തിന്റെയാണ്? തിരക്ക് കൂടുതലാകുമ്പോ ആ ടേബിൾ മാറാൻ പാടില്ലല്ലോ. കണ്ടോ ഈച്ച പറന്നെടുക്കണുണ്ടോ? ഈച്ച കെട്ടിയിരിക്കുകയാണ് കണ്ടോ, ഈച്ച പറക്കുന്നുണ്ടോ? അതെ, നമ്മളിത് കഴിച്ചു. ഇവിടെ അമ്മയ്ക്ക് എന്താ വാങ്ങിക്കണ്ടേ? അവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ. അമ്മ ബജ്ജി ഭ്രാന്തത്തിയടാ. ബജ്ജിയാ? ബജ്ജിന്നാ ഉയിര്. ഉയരാ? പോകുമ്പോ പോണ വഴിക്കത് വാങ്ങിക്കാം. മസാല വട കിട്ടുമോ? എനിക്കത് ഒരുപാട്. പരിപ്പ് വട. കേരളത്തിൽ പരിപ്പ് വട പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പരിപ്പ് വട ഇവിടെ പരിപ്പ് വട എന്നും പറയും, മസാല വട എന്നും പറയും. മസാല വട രാവിലെ കിട്ടുള്ളൂ, ഈ നേരത്തെ കിട്ടില്ല. അങ്ങനെ നമ്മുടെ പിസ എത്തിയിരിക്കുകയാണ്. ഓ, അപ്പൊ പിന്നെ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് പോയിട്ട് KFC കഴിക്കാൻ എന്തായാലും വയറ്റിലേക്ക് ഗ്യാപ്പുണ്ടാവില്ല. ഇതെന്തോ സാധനം? അന്ന് നമ്മൾ മേടിച്ച ബട്ടറോ എന്താ വെച്ചിട്ടുള്ളൊരു പരിപാടി ഇല്ലത്, ബട്ടർ ബ്രെഡോ അങ്ങനെ എന്തോ ആണ്. ഇതേ ഫ്രഞ്ച് ഫ്രൈസ് ഇടാ. ഇയാളുടെ ഫേവറേറ്റ്. രസമുണ്ടോ? ക്രിസ്പി ആണോ? കുട്ടീനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. KFC പോണോ? വൈകിട്ട് സ്ഥലമുണ്ടോ? വൈകിട്ട് സ്ഥലമുണ്ടോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ, അതിനുള്ളത് പറയാം. വൈകിട്ട് സ്ഥലമുണ്ടോ? ക്രേവിങ്സ് മാത്രമേ ഉള്ളൂ, കഴിക്കാൻ വയറ്റിൽ വലിയ സ്ഥലമൊന്നുമില്ല. എനിക്കോ കണ്ടല്ലേ. പോണോ? വേണ്ടല്ലേ. 3:15 ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. കുട്ടിയുടെ ബുക്ക് മേടിച്ചു. ഒരു ലോഡ് ബുക്കുകളുണ്ട്.
നിങ്ങൾക്ക് ബജ്ജി സാധനങ്ങൾ പരിപ്പോടൊക്കെ മേടിച്ചിട്ടുണ്ട്, നിങ്ങളെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതെനിക്ക് ബജ്ജിയാണ് ഇഷ്ടം. ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടിയോ? കിട്ടി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പരിപ്പ് വട കൊണ്ടുവന്നിട്ടുണ്ട്, മസാല വട. ഇനിയിപ്പോൾ വാവക്കുട്ടിയുടെ ബുക്കൊക്കെ എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്യണം. നമ്മളെ ഒരു ബുക്ക് പൊതിയുന്ന പരിപാടി ഉണ്ടല്ലോ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ, അതൊക്കെ ഇനി ചെയ്തൊന്ന് സെറ്റാക്കണം. 30 പുസ്തകം, 30 പോരല്ലോ, 35 പുസ്തകം ഉണ്ട് വാവക്കുട്ടിക്ക്. 35 പുസ്തകം 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അനക്കുണ്ടാകുന്നോ? എനിക്ക് 4 പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അതെ, ആ കാലല്ല ഇക്കാലം, അത് ഇത് വെച്ച് കമ്പയർ ചെയ്യണ്ട. പൊഴുന്ന് വിടാ, അത് മൊത്തം ബജ്ജി. ഏതാ വേണ്ടച്ച എടുത്ത് കഴിച്ചോളും നിങ്ങളെ ഇഷ്ടത്തിന്. രണ്ടും നിങ്ങൾക്ക് കടിക്കാൻ പാകത്തിനുള്ള സാധനമാണ്, രണ്ടും ബലമില്ല. അത് മൊത്തം അതിന്റെ ചട്ടണി, നാളികേര ചട്ടണി, അല്ലാത്ത ചട്ടണി. ഇത് അമ്മുവിന്റെ ഫേവറേറ്റ് സാധനം പരിപ്പ് വട. ഇലക്ട്രീഷ്യൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറ്ററിന്റെ സ്വിച്ച് നേരാക്കണം, കിച്ചണിലെ സ്വിച്ച് നേരാക്കണം. ആള് ഇപ്പോഴാണ് വരുന്നത്, 4 ദിവസമായിട്ട് വിളിച്ച് പറഞ്ഞതാണ്. ஹீட்டர் வந்து ஷாக்கு கடிச்சா ட்ரிப் ஆகும். அதுதான் சுவிட்ச் வந்து ட்ரிப் ஆகாது. சேஃப்டி வந்து எம்சிபி போகிறது. இதில் ஷாக் அடிக்காது. அந்த ஹீட்டரில் ஷாக் வந்தோம்னா സാധാരണ 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് വിശക്കാൻ തുടങ്ങും. ഉച്ചയ്ക്ക് കഴിച്ചാൽ പിസ കുറച്ച് ഹെവി ആണെന്നുള്ളത് മനസ്സിലായി. കാരണം വിശക്കണില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരട്ടെ? ഉണ്ടാക്കണം വിശക്കണുണ്ട്. എങ്ങനെയുണ്ട് ദോശ? മുറാനുണ്ട്, ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചോളൂ, അല്ലാണ്ട് ഉണ്ടാക്കി തരാൻ ഉദ്ദേശമില്ലല്ലോ. ചമ്മന്തി ഉണ്ട് എവിടെ? രാവിലത്തെ ചമ്മന്തി അത്രേ ഉള്ളൂ. കൂട്ടാണ്ട് എന്തായാലും സമാധാനമായല്ലോ. സ്കൂളിൽ പോയി, ഫീസ് അടച്ചു. ആ പണി ഒരു വലിയ പണി തന്നെയായിരുന്നു. അത് യൂണിഫോം ചേഞ്ച് ഇല്ല. എന്റെ റിലീവിംഗ് ലെറ്ററും കിട്ടിയത്. അതെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. ഫുൾ ഹാപ്പി, വെരി ഹാപ്പി. കറണ്ട് പണിക്കാരൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നാളെ മതി, നാളെ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ കുളിക്കാൻ പോകുമ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ത് ഞാൻ ശ്രദ്ധിക്കണേ? ഓക്കെ, പറഞ്ഞാലും മനസ്സിലാവില്ല. അത് സാറില്ല, എന്നെ വിളിച്ചാൽ മതി. അപ്പോ ഇലക്ട്രീഷ്യൻ വന്ന് കിച്ചണിലെ വയറിംഗ് പരിപാടിയും സ്വിച്ച് ബോർഡൊക്കെ മാറ്റി വെച്ച് എല്ലാം റെഡിയാക്കി തന്ന് പോയി. ഇനി ഷോക്ക് അടിച്ച് ആർക്കും ഒരു അപകടം പറ്റില്ല എന്നുള്ളൊരു ധൈര്യമായിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.